നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജനറൽ ബോഡി യോഗം തിരൂർ വാഗൺ ട്രാജഡി ടൗൺ ഹാളിൽ ചേർന്നു. കുഞ്ഞാവ ഹാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംഘടന നമ്മൾ സംഘടിച്ചതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറി സ്വസ്ഥമായി കച്ചവടം ചെയ്യാനുള്ള ഒരവസ്ഥ നമുക്കുണ്ടായിരുന്നു. നിയമങ്ങളും ഈ രാജ്യത്ത് പോയിട്ടില്ല, പഴയ പോലത്തെ അഴിമതികൾ നാട്ടിൽ പോയിട്ടില്ല. എല്ലാ കാര്യവും നടക്കുമെങ്കിലും ഇതിൽ നമ്മൾ പിടിച്ചു നിന്നതുകൊണ്ട് തന്നെ അക്രമം കച്ചവടക്കാരോട് കുഴപ്പം മാറ്റി സുഖമായി കച്ചവടം ചെയ്യാനുള്ള അവസരം ഈ സംഘടന സംഘടിച്ചതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ആ ചോദ്യമായിരുന്നു അന്ന്. ഇന്നത്തെ ചോദ്യം ഇതാണ്. ഇന്നത്തേക്കുള്ള മറുപടി നിങ്ങൾക്ക് തന്നെ കിട്ടും. ഇന്നുള്ളത് കച്ചവടമില്ല എന്നുള്ളതിനെ കുറിച്ചൊരു മറുപടി നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചാൽ കച്ചവടമില്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളത് കിട്ടും. കാരണം നമ്മളെ ജീവിത ചെലവിലൊന്നൊരു കുറവില്ല. എല്ലാ കാര്യത്തിലും നമ്മൾ പണ്ടത്തേക്കാൾ കൂടുതലാണ്. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും കല്യാണത്തിൻ്റെ കാര്യത്തിലായാലും കാറ് വാങ്ങാനാണ് എന്താണെങ്കിലും നമ്മൾ മുന്നോട്ട് തന്നെയാണ്. അല്ലാത്തൊരു പ്രശ്നം ചിന്തിക്കാനേ ഇല്ല. എന്നിട്ട് എന്താ കച്ചവടം ചെയ്തത് എന്ന് ചോദ്യമുണ്ടെങ്കിൽ കച്ചവടങ്ങൾ വർദ്ധിച്ചിരിക്കുന്നുള്ളത് കൂടി അപ്പുറമായിരിക്കും. കച്ചവടങ്ങളുടെ എണ്ണം ഒരുപാട് കൂടിയിരിക്കുന്നു. പഴയ കാലത്ത് തിരൂരില്ല, ഇപ്പോൾ എല്ലാ ഭാഗത്തും തിരൂരാണ് നിങ്ങളെ. അതേപോലെയാണെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് നല്ല നല്ല കച്ചവടങ്ങൾ മാറി. ടൗണുകളിലേക്ക് ആളുകൾക്ക് വരാൻ വയ്യാതെ ട്രാഫിക് ജാം, വരുന്ന ആളുകളുടെ കയ്യിലൊക്കെ വാഹനങ്ങളാണ്. വാഹനം നിർത്താനോ വാങ്ങാനോ അവർക്ക് സൗകര്യമില്ല. അങ്ങനെ സാഹചര്യത്തിലൊക്കെ ഇങ്ങോട്ട് വരുന്ന കാര്യമില്ല. ഇവിടെ വരുന്ന സാധനം കുറേ അപ്പുറം പോയാൽ തന്നെ വളരെ ഭംഗിയായിരിക്കും. അത് എല്ലാ അങ്ങാടികൾക്കും ബാധിച്ചിട്ടുണ്ട്. അങ്ങാടികൾക്കാണ് അത് ബാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് അങ്ങാടിയിൽ നേരത്തെ ഇരിക്കുന്ന കച്ചവടക്കാർക്കൊക്കെ ആ തരത്തിൽ കച്ചവടത്തിന് ആളുകൾ ചെല്ലാത്തതും വാങ്ങാത്തതുമുള്ള ഒരു കുറവ് സംഭവിച്ചു. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മളൊക്കെ ഏതെങ്കിലും രാത്രിയൊക്കെ ഏതെങ്കിലും ഓട്ടം പോകുമ്പോൾ ഇപ്പോൾ കിട്ടിയിട്ട് ആവശ്യമില്ല. അത് എല്ലാ സ്ഥലത്തും കടകൾ അടക്കുന്ന എല്ലാ കടകളല്ലേ. നല്ല സൂപ്പർ മാർക്കറ്റുകൾ, മിനി സൂപ്പർ മാർക്കറ്റുകൾ, ജ്വല്ലറികൾ പോലും ചെറിയ ചെറിയ സ്ഥലങ്ങളിലുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അത് കുറേ വീതിച്ചു പോയപ്പോൾ ടൗണിലേക്ക് വരവ് കുറഞ്ഞു. അത് കുറഞ്ഞു. അതിനൊക്കെ പുറമെ നമ്മുടെ ഈ ഓൺലൈനും അതേപോലെ തന്നെ മാളുകളും ഒക്കെ വന്ന് നമ്മുടെ ബാക്കിയുള്ള ശരിയാക്കി എന്നുള്ളത് പരമസത്യമാണ്. ഈ ഓൺലൈനിലേക്ക് പോകണമെന്നും ആളുകൾക്ക് പോകണമെന്ന് ആരാന്നറിയോ? നമ്മളെ മക്കളോ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മളാരും ഓൺലൈനിൽ സാധനം വാങ്ങാത്തൊരു ഒരാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപൂർവമായി. നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ പേരെക്കുട്ടി കൊണ്ടുണ്ടോ? എൻ്റെ നിങ്ങളല്ല എൻ്റെ. അതേപോലെ തന്നെയാണ് മാളിൽ പോകണം. ആരുടെ ഭാഗത്ത് നമ്മളെ കുടുംബങ്ങൾ പോകണ്ടേ? മാളിൽ പോയി ഇഷ്ടംപോലെ സാധനം വാങ്ങി. അപ്പോൾ കച്ചവടക്കാർ തന്നെ കച്ചവടക്കാരകത്ത് കൊണ്ട് വാങ്ങുന്ന രീതിയില്ല. നമ്മൾ ചില സാധനങ്ങളില്ല. അല്ലെങ്കിൽ ടിവിയുടെ ഒത്തിരി സാധനങ്ങൾ ആളുകളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എല്ലാം ആവശ്യമുള്ളതല്ലേ. ഓരോരുത്തർ കുട്ടികൾ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള എൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെന്ത് പോയി കച്ചവടം ഉണ്ടാവും. പ്രസിഡന്റായി PA ബാവ, വർക്കിംഗ് പ്രസിഡന്റായി PP അബ്ദുറഹ്മാൻ, ജനറൽ സെക്രട്ടറിയായി സമദ് പ്ലസന്റ്, ട്രഷററായി PA റഷീദിനെയും തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി C മമ്മി, അബ്ദുറഹ്മാൻ ഹാജി, ജലീൽ സീനത്ത് എന്നിവരെയും, സെക്രട്ടറിമാരായി ഷാഫി അനിൽകുമാർ, ഹബീബ്, നാസറുപ്പ എന്നിവരെയും തെരഞ്ഞെടുത്തു. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി സാഗർ അബ്ദുള്ള, KN ഗണേഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. നീളുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംസ്ഥാനത്തിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് മലപ്പുറം അമരക്കാരൻ കുഞ്ഞാവാജിക്ക് അതുപോലെ മറ്റു ജില്ലാ നേതാക്കൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ അപ്പോൾ പത്രങ്ങളിലും ചണ്ടകോട്ടിലും മൈക്കെടുത്തും പറയാറില്ല. എന്തെങ്കിലും കച്ചവടക്കാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഞങ്ങളിൽ വർഷങ്ങളായി ഏൽപ്പിച്ചിട്ടുള്ള ആ ഉത്തരവാദിത്വം നിറവേറ്റി എന്നുള്ള സാധ്യതത്തിൽ കൂടെ ഇപ്പോൾ ഒരു പ്രശ്നമെന്ന് നിങ്ങൾ ഇങ്ങനെ വിഷമമായി. അതുകൊണ്ട് ആ ഭാഗത്ത് കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 2022-24 വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും 2022-24 വർഷത്തെ പരവില അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അത് നിങ്ങൾ മുമ്പ് അവതരിപ്പിക്കാൻ ജലബോഡി വിളിച്ചു. 2 കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടുന്ന സന്ദർഭമാണ്. ചോദിക്കണം, മനസ്സിലാക്കണം, പോരായ്മകൾ ചൂണ്ടിക്കാണിക്കണം, പ്രശ്നങ്ങളിലൊക്കെ പരിഹാരം കണ്ടെത്തണം. ഇത് 2 ദിവസം മുമ്പ് ചേർന്നിട്ടുള്ള എക്സിക്യൂട്ടീവ് യോഗം, അത് 2 ആളുകൾ ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടുകൾ മുൻ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ റിട്ടയർഡ് മുഹമ്മദ് സാർ ആണ് ഇത് കണക്ക് പരിശോധിച്ചിട്ടുള്ളത്. ഈ കണക്ക് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവിലുമായി വെച്ച് വായിച്ച് പാസ്സാക്കിയെടുത്ത കണക്കാണ്. ഈ കണക്കുകൾ വായിക്കുമ്പോൾ നിങ്ങൾ സശ്രദ്ധം ശ്രമിക്കുകയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ
ഈ കണക്കുകൾ വായിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ കണക്ക് ഓഡിറ്റ് ചെയ്തത് നമ്മുടെ മുൻ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ നമ്മുടെ എക്സിക്യൂട്ടീവ് ആയിരുന്ന ഈ മുഹമ്മദ് സാഹിബ് അവരോട് നമ്മുടെ ഈ വാസുദേവൻ അവരോടാണ്. 31/3/2022 ബാങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ആയിരുന്നത് 21,89,177 രൂപയാണ്. രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ടിൽ 29,177 രൂപയും ലോണായിട്ട് കൊടുത്തിട്ടുള്ളത് 5 ലക്ഷം രൂപയും കുറുക്കി കിട്ടാനുള്ള വിസ 1,85,000 രൂപയും അധ്യക്ഷ വഹിച്ചു. ജനറൽ സെക്രട്ടറി ട്രഷറർ പരസ്പര സമയം കണക്ക് അവതരിപ്പിച്ച് സംശയങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് മറുപടി നൽകി പാസ്സാക്കി. സംഘടനാ ചർച്ചകൾക്ക് ശേഷം ജില്ലാ നേതാക്കൾ മറുപടി നൽകിയതിന് ശേഷം നിലവിലുള്ള യൂണിറ്റ് കമ്മിറ്റി പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കുന്നതിന് ലക്ഷ്യത്തെ ലക്ഷ്യത്തിൽ അറിയിച്ചു. തിരഞ്ഞെടുപ്പിന് ജില്ലാ ജനറൽ സെക്രട്ടറി വിനിയോഗ റിട്ടേണിംഗ് ഓഫീസറായി പ്രസിഡന്റ് സ്ഥാനത്ത് PA ബാവ സർക്കാരും ഭരണ സംവിധാനങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. യൂണിറ്റുകളുടെ പ്രവർത്തനം, ജില്ലാ കമ്മിറ്റികളുടെ പ്രവർത്തനം, സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനം, അതുപോലെ തന്നെ നമ്മൾ നടപ്പിലാക്കിയ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ സാമ്പത്തിക ക്രമീകരണങ്ങളും അതിൻ്റെ കൈകാര്യം, അതുപോലെ തന്നെ ഇനി തുടങ്ങാനിരിക്കുന്ന വൈദ്യുതി തുടങ്ങിയ പദ്ധതിയൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിലും നിരീക്ഷണത്തിലും 2024-2026 വർഷത്തേക്ക് തിരൂർ ഏകോപന സമിതിയുടെ പ്രസിഡന്റായി PA ബാവയെ ഐക്യകണ്ഠനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹം വേദിയിലേക്ക് വന്നു. ഇനി നിങ്ങൾ ഐക്യകണ്ഠനെ തിരഞ്ഞെടുത്ത പ്രസിഡന്റ് ആയതുകൊണ്ട് ഇതിൻ്റെ മറ്റു ഭാരവാഹികളെ, സെക്രട്ടറി, ട്രഷറർ, മറ്റു ഭാരവാഹികളെ, എക്സിക്യൂട്ടീവ് മെമ്പർമാർ എന്നിവരെയൊക്കെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം നിങ്ങൾ അദ്ദേഹത്തിന് പ്രസിഡന്റായി വീണ്ടും ഏക മനസ്സോടെ തെരഞ്ഞെടുത്ത തിരൂര് മുഴുവൻ വ്യാപാരികളെയും കേരള വ്യാപാരി വ്യവസായി യോഗം ഈ വരുമ്പോൾ 2 കൊല്ലക്കാലം എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, ഏതൊക്കെ രീതിയിലായിരിക്കണം, എങ്ങനെ സംഘടന മെച്ചപ്പെടുത്തണം, നമുക്ക് ഏത് മുതൽ കുടുംബമേള നടത്തണം, ഏത് നമ്മൾ വ്യാപാരി പ്രശ്നം നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത് ചേരാൻ പോകുന്ന, ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന, പ്രഖ്യാപിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിങ്ങളുമായി ആശയം ഉയർത്തി തിരൂരിലെ വ്യാപാര മേഖല പുഷ്ടിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവരുടെയും പേര് ഉറപ്പ് നൽകും. PA റഷീദ്, സമദ് പ്രസന്റ്, C മമ്മി, ഷെബീബ്, ഷാഫി വെജിറ്റബിൾ, അബ്ദുറഹ്മാനാജി ഫാമിംഗ് മാർക്കറ്റ്, ജലീൽ സീനത്ത്, അനിൽകുമാർ AKD, സെക്രട്ടറിയായി സമദ് പ്രസന്റ്, ഖജാൻജിയായി PA റഷീദ്, വൈസ് പ്രസിഡന്റുമാരായി C മമ്മി, അബ്ദുറഹ്മാനാജി ജിമാറ്റ്, ജലീൽ സീനത്ത്, സെക്രട്ടറിമാരായി ഷാഫി, ഷെബീബ് LG, അനിൽകുമാർ AKD. ഇവർ സ്റ്റേജിലേക്ക് വരിക. നമുക്കറിയാം, കൃത്യമായി 2 വർഷക്കാലത്ത് ഒരിക്കൽ നമ്മളെ വാർഷിക ജനറൽ ബോഡി പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുപ്പ് നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ മാത്രമാണ് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയായാലും ഈ തിരൂരിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ചേംബർ ഓഫ് കൊമേഴ്സ്. നന്ദി, നമസ്കാരം. ഈ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേരളത്തിലെ ജില്ല അഭിമാനമാണെങ്കിൽ ജില്ലക്ക് തിരൂര് ഒരു അഭിമാനമായി തന്നെ നമ്മൾ നിലകൊള്ളുന്നുണ്ട്. ആ ഒരു കടമ ഇനിയും ജില്ലയിൽ നമുക്ക് ഏറ്റവും വലിയ യൂണിറ്റാക്കി മാറ്റുന്നത്. 28 വർഷങ്ങൾക്ക് മുമ്പ് തിരൂരിലൊരു സ്ഥാപനം തുടങ്ങുകയും അന്ന് മുതൽ തന്നെ നമ്മുടെ സംഘടനയിൽ അംഗത്വമെടുത്ത് ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ യൂത്ത് വിങ്ങിലൂടെ പ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞ 10-20 വർഷമായിട്ട് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാനും എന്നാൽ കഴിയുന്നതൊക്കെ ചെയ്യാനും സാധിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ യൂണിറ്റാക്കും. വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ലൈസൻസുകളും പുതുക്കുന്നതിനും എടുക്കുന്നതിനും സംഘടനയ്ക്ക് സ്വന്തമായി ഓൺലൈൻ സെന്റർ സ്ഥാപിക്കും. ഈ ഓൺലൈൻ സെന്റർ സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഓഫീസ്
ഓഫീസിൽ തന്നെ ഇതിനെ ക്രമീകരിക്കാനാണ് ആലോചിക്കുന്നത്. കൂടാതെ ഒരു കാര്യം കൂടി ഇവിടെ അറിയിക്കുകയാണ്. ഇപ്പോൾ ജൂൺ 30 വരെ നമുക്ക് അവസാന സമയമുണ്ട്. ലൈസൻസ് പുതുക്കാൻ ഇനി ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ജൂൺ 10 മുതൽ നഗരസഭ ഓഫീസിനകത്ത് നമ്മൾ അതിനുള്ളൊരു ഹെൽപ്പ് ഡെസ്ക് അവിടെ സംവിധാനിക്കും കൂടിയുള്ള ഒരു ഉറപ്പും കൂടി ജനബോഡിക്ക് നൽകുകയാണ്. ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ 24-26 വർഷത്തേക്കുള്ള ഭരണസമിതിയെ ഇന്ന് ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തീർച്ചയായും ഇന്ന് നിലവിൽ വന്നിട്ടുള്ള തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ കമ്മിറ്റി വരും 2 കൊല്ലക്കാലം തിരൂരിലെ വ്യാപാര വ്യവസായ മേഖലയുടെ സൃഷ്ടിക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി ഒട്ടനവധി നൂതനമായ പദ്ധതികൾ, ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ച് 2024-26 വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുകയാണ്. വരുന്ന 2 വർഷത്തേക്ക് മിഷൻ 2K24, 2K26 എന്ന ഒരു പ്രഖ്യാപനം കൂടി ഞങ്ങൾ നടത്തി. തിരൂരിൻ്റെ പോയകാല പ്രതാപം തിരിച്ചു പിടിക്കുക, തിരൂരിനെ ഒരു ബിസിനസ് ഹബ്ബാക്കി മാറ്റാൻ, നല്ല വൈബുള്ള ഒരു ബിസിനസ് ഹബ്ബാക്കി മാറ്റാൻ രീതിയിലുള്ള പല നൂതനമായ ആശയങ്ങളും ഞങ്ങളുടെ മുമ്പിലുണ്ട്. തിരൂരിനെ ഒരു പുതിയ വ്യാപാര സംസ്കാരം കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായി തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭരണസമിതിയുടെ തീരുമാനം വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും പൊതുജനങ്ങൾക്കും സമൂഹത്തിനും എല്ലാം ഉപകാരപ്രദമായ വളരെ വിപുലമായ ബൃഹത്തായ ഒരു പദ്ധതിയാണ്. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@